10 ഡിസംബറിന് ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ഏരിയാസ് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഏതൊക്കെ ലിക്വിഡിറ്റി ഏരിയാസ് ആണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി സെയിം ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്ത അതേ ഏരിയയിൽ ഇതുവരെ മാർക്കറ്റ് എത്തിയില്ലെന്നും ആ ഒരു വലിയ ക്യാൻഡിൽ ഞാൻ പറഞ്ഞില്ലേ, വലിയ ക്യാൻഡിലുള്ളിൽ തന്നെ മാർക്കറ്റ് നിന്ന് പ്രൈസ് ആക്ഷൻ ആ ഒരു റേഞ്ചിൽ തന്നെ പോവുകയാണ്. 52 52,850 താഴേക്ക് വരികയാണെങ്കിലായിരിക്കും ഞാൻ അപ്സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം നാളെ. അതുപോലെ 53,945 മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിലാണ് ഞാൻ ഡൗൺ സൈഡിലേക്ക് എൻ്റെ ട്രേഡ് പ്ലാൻ ചെയ്യുക. 1 മിനിറ്റിൽ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ടായിരിക്കും ഇവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ താഴേക്ക് പ്ലാൻ ചെയ്യാം. രണ്ടിൻ്റെ സെൻറ്റർ ഏരിയയിലാണെങ്കിൽ അന്നത്തെ ദിവസത്തെ നാളത്തെ 10-ാം തീയതിയിലുള്ള പ്രൈസ് ആക്ഷൻ അനുസരിച്ചിട്ടായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. അതാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ കാണുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞത്. ഇനി നിഫ്റ്റിയിൽ നോക്കാം നമുക്ക്. നിഫ്റ്റിയിൽ സെയിം ഒരുപാട് മുകളിൽ തന്നെയാണ്. 24,978 എന്നുള്ള റേഞ്ചിൻ്റെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഡൗൺ സൈഡും 24,295 താഴേക്ക് വരികയാണെങ്കിൽ അപ്പ് സൈഡും ആയിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. അതാണ് രണ്ട് ലെവൽസ് എന്ന് പറഞ്ഞാൽ. ഇനി അതല്ലാതെ മാർക്കറ്റ് ഇതിൻ്റെ സെൻട്രൽ ഏരിയയിൽ ഓപ്പൺ ചെയ്തിട്ട് ഏതെങ്കിലും നാളെ അത് ക്രിയേറ്റ് ചെയ്യുന്ന പ്രൈസ് ആക്ഷൻ അനുസരിച്ചാണ് എൻട്രി കിട്ടുന്നതെങ്കിൽ നാളെ ആ ഒരു രീതിയിലായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇന്നത്തെ ലൈവ് ട്രേഡ് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. 2 SL ആയിരുന്നു, 2 സ്റ്റോപ്പ് ലോസ് ആയിരുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞ ഒരു ഏരിയ നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൽ ഇന്നത്തെ ഡേ ഹൈ എടുത്തതിന് ശേഷം മാർക്കറ്റ് നന്നായിട്ട് താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓൾറെഡി നമ്മുടെ ട്രേഡിൻ്റെ എണ്ണം 2 SL അടിച്ചതുകൊണ്ട് പിന്നെ ആ ഒരു ട്രേഡ് ചെയ്യാതിരുന്നത്. നമ്മൾ വിചാരിച്ച പോലെ എക്സാക്ട്ലി ആ ഒരു ഏരിയയിൽ താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു മാർക്കറ്റ്. ഇന്നത്തെ ഡേ ഹൈ ലിക്വിഡിറ്റി പല ഏരിയയിലായിരിക്കും ലിക്വിഡിറ്റി ഉണ്ടാവുക. നമ്മൾ ഐഡിയസ് ലിക്വിഡിറ്റിയാണ് ഞാൻ അധികം നോക്കാറുള്ളത്, ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി അതൊക്കെ ഞാൻ നോക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഡേ ഹൈ ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് ഓവറോൾ മാർക്കറ്റ് നല്ല രാവിലെ ഓപ്പൺ ചെയ്തതിന് ശേഷം താഴേക്ക് നന്നായിട്ട് മൂവ് ചെയ്ത് ഡേ ഹൈ എടുത്തിട്ട് അവിടുത്തെ ലിക്വിഡിറ്റി ആളുകളുടെ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ടാണ് താഴേക്ക് മാർക്കറ്റിൽ നിന്ന് മൂവ് ചെയ്തത്. താഴേക്ക് മൂവ് ചെയ്ത് ഒരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയയിലൊക്കെ ടാപ്പ് ചെയ്ത് ടാർഗറ്റ് ഈസി ആയിട്ട് 1:5 എബോവ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്രേഡ് എടുക്കായിരുന്നെങ്കിലും ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ ട്രേഡ് ഉണ്ടായിരുന്നു. എനിവേ താങ്ക് യു, ബൈ.